നിങ്ങളൊരു രക്ഷിതാവാണോ അതല്ലെങ്കിൽ രക്ഷിതാവാകാൻ പോകുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. എത്രത്തോളം ഈ പറയുന്ന കാര്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ലേറ്റസ്റ്റ് ആയി ഈ കഴിഞ്ഞ 2 വീക്കിൽ നമ്മുടെ സ്വന്തം സ്റ്റേറ്റായ കൊച്ചു കേരളത്തിൽ നടന്ന ഏതാനും ചില സംഭവങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു തരാം. ഇന്നലെ തിരുവനന്തപുരം സ്കൂൾ ബസ്സിൽ +2 വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്കു നേരെ കത്തിക്കുത്ത് പ്രയോഗം. നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞതിൽ പ്രകോപിതനായി SIയുടെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് +2 വിദ്യാർത്ഥി. സ്കൂളിൽ ഫോൺ കൊണ്ടുവന്നത് പിടിച്ചു വെച്ചതിന് പേരിൽ അധ്യാപകന്റെ ഓഫീസിൽ വിദ്യാർത്ഥിയുടെ കൊലവിളി. ജന്മം കൊടുത്ത ഉമ്മക്ക് പ്രതിഫലമായി ലഹരിക്കടിമയായ 25കാരനായ ആശിക് കൊടുത്തത് ഉമ്മയുടെ നെഞ്ചത്ത് 20ഓളം കുത്തുകൾ. അതായത് നമ്മുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കയ്യിൽ നിന്ന് നമ്മുടെ പിഞ്ചോമന കുഞ്ഞുങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും കടിഞ്ഞാൻ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പിഞ്ചു ബാല്യ കാലഘട്ടങ്ങളാണ്. പെൻസിലും പേനയും നഷ്ടപ്പെട്ടു, അവരെന്നെ പിച്ചി നുള്ളി മാന്തി എന്ന പരാതികൾക്കിപ്പുറം മയക്കുമരുന്നുകളും മടാളും അരിവാളും കത്തിയും കൊലക്കേസുമെല്ലാമാണ് ഇന്ന് ഓഫീസിലെ പരാതികൾ. മദ്രസ പാഠബാല്യങ്ങളാണെങ്കിൽ ആദ്യമായി ഒരു പിഞ്ചോമന കുഞ്ഞിന് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് അദബുൻ മര്യാദയെന്നാണ്. സ്കൂൾ വിദ്യാലയ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞ് ആദ്യം കേട്ടുണരുന്നത് ഓൾ ഇന്ത്യൻ സാർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നാണ്. ഇത്തരം കേട്ടുകേൾവിയുള്ള ഈ മക്കൾക്ക് എങ്ങനെ ഈ മയക്കുമരുന്നിനും കത്തിക്കും മടാളിനും കൊലക്കേസിനുമെല്ലാം അടിമയാകുന്നു? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അധ്യാപനമാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. 3 പേരുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും തട്ടുകയില്ല. ആ 3 പേരുടെ കൂട്ടത്തിൽ പ്രവാചകൻ എണ്ണിയത് മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന എന്നാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുരിയാതിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നീ ഈ താഴെ കാണുന്ന പ്രാർത്ഥന. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മുന്നിൽ മക്കളുടെ സംരക്ഷണത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗവും നമുക്കില്ല. ഈ മേൽപ്പറഞ്ഞ പ്രാർത്ഥന ദയവ് ചെയ്ത് എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്.